ബീഹാർ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ചിത്രത്തിൽ പോലുമില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. കാരണം അവിടുത്തെ ഫ്ലെക്സ് ബോർഡുകളിൽ പോലും രാഹുൽ ഗാന്ധിയുടെ പടം വയ്ക്കാനായിട്ട് സഖ്യകക്ഷികൾ തയ്യാറല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരവസ്ഥ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ നമ്പാൻ കൊള്ളില്ല എന്നാണ് ആദ്യത്തെ മറുപടി. ശരിക്കും രാഹുൽ ഗാന്ധിയെ നമ്പാൻ കൊള്ളില്ലാത്തത് കൊണ്ടാണോ അതോ ഇന്ത്യ മുന്നണിക്കകത്തെ അടിയാണോ ഇതിന് കാരണം? ഇത് രണ്ടുമല്ല, ഇത് രണ്ടും പ്രസക്തമാണ്. പ്രിയന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചാൽ വോട്ട് കിട്ടില്ല, അതാണ് സത്യം. അത് മറ്റാരെക്കാളും നന്നായിട്ട് തേജസ്വി യാദവിന് അറിയാം. അത് എന്തുകൊണ്ടാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഫ്ലെക്സ് ബോർഡിൽ നിന്ന് പോലും രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്കറിയാം, അവിടുത്തെ ചർച്ചകളെല്ലാം കോൺഗ്രസും RJDയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് രാജസ്ഥാന്റെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ അശോക് ഗെഹ്ലോട്ടാണ്. രാഹുൽ ഗാന്ധിയോ മല്ലികാർജുന ഖാർഗെയോ അല്ലെങ്കിൽ സോണിയയുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട മറ്റാരെങ്കിലുമോ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ജയറാം രമേശിന് അവിടെ പ്രവേശനമില്ല. ഈ പറയുന്ന KC വേണുഗോപാലിന് പോലും ഈ ബീഹാറിൽ നേരെ ചെന്നങ്ങ് ഇറങ്ങി എന്തെങ്കിലും കോൺഗ്രസ്സിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയല്ല. അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ അണികളിൽ നിന്ന് ആടി വാങ്ങിക്കൂട്ടുകയാണ്. സീറ്റ് വിറ്റു, അതായത് സ്ഥാനാർത്ഥിത്വം വിറ്റു എന്ന് പറഞ്ഞ് അണികൾ കോൺഗ്രസിൻ്റെ നേതാക്കളെ, ഒരാൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് രാജേഷ് റാം, മറ്റൊരാൾ അവിടുത്തെ ബീഹാർ PCC അധ്യക്ഷനാണ് കൃഷ്ണ അല്ലാവരു. ഈ രണ്ടുപേരെയും വിമാനത്താവളത്തിൽ വെച്ച് പഞ്ഞിക്കിട്ട മനോഹരമായ കാഴ്ച ലോകം മുഴുവനും കണ്ടു. CISFകാർ ഓടി വന്നാണ് രണ്ട് നേതാക്കളെയും രക്ഷപ്പെടുത്തി കാറ് കയറ്റി അവിടുന്ന് പറഞ്ഞു വിട്ടത്. അപ്പോൾ അങ്ങനെ ബീഹാറിൽ കോൺഗ്രസ് കോളമായി നിൽക്കുകയാണ്. കോൺഗ്രസിന് അവിടെ യാതൊരു വിധത്തിലും ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ്. അവർ കഴിഞ്ഞ തവണ 70 സീറ്റിൽ മത്സരിച്ചു, 19 സീറ്റിൽ വിജയിച്ചു. ഇക്കുറി അവർ 61 സീറ്റ് ചോദിച്ചു, 48 സീറ്റ് കൊടുക്കാമെന്നാണ് RJD തേജസ്വി യാദവ് പറഞ്ഞത്. അങ്ങനെ കോൺഗ്രസ് വലിയ ലഹള കൂട്ടി. അവസാനം അത് 54-55 സീറ്റിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൽ തന്നെ 12 സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ സൗഹൃദ മത്സരം എന്ന ഓമന പേരിട്ട് RJDയും കോൺഗ്രസും സഖ്യകക്ഷികളും ഒക്കെ മത്സരിക്കുന്നുണ്ട്. ഒരു മുന്നണിയിൽ നിന്ന് ഒരു മുന്നണിക്ക് ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ആകാവൂ. ഇത് ഒരു മുന്നണിക്കുള്ളിലെ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഈ മുന്നണിക്ക് കെട്ടുറപ്പുണ്ടാവും? ഈ മുന്നണി ഒറ്റക്കെട്ടാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? 12 സ്ഥലങ്ങളിൽ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ സൗഹൃദ മത്സരം നടക്കുകയാണ്. സൗഹൃദ മത്സരം എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ അത് ഈ ഇന്ത്യ മുന്നണിക്കുള്ളിലെ ചേരിപ്പോരല്ലേ കാണിക്കുന്നത്. ഇനി നമ്മൾ രാഹുൽ ഗാന്ധിയിലേക്ക് തിരിച്ചു വന്നാൽ, രാഹുൽ ഗാന്ധി ബീഹാറിലെമ്പാടും ഈ വോട്ടർ അധികാർ യാത്ര നടത്തി. ആ യാത്രയിൽ വലിയ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞു. ബീഹാർ ഇതാ NDA ബീഹാറിൽ കടപുഴകി, നിതീഷ് കുമാർ ഇനി പുറപ്പുറത്ത് കയറിയിരിക്കും എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ പറഞ്ഞത്, കേരളത്തിലടക്കം. പക്ഷേ നമുക്കറിയാം, ബീഹാറിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ പറയുന്നത് പോലെ RJDയുടെയും തേജസ്വി യാദവിൻ്റെയും അണികളാണ് അവിടെ രാഹുലിൻ്റെ യാത്രയിൽ പങ്കെടുത്തത് മുഴുവനും. ഈ രാഹുലിൻ്റെ യാത്രയിൽ പങ്കെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി RJD എന്തുമാത്രം പണിയെടുത്തു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് മുഖ്യമന്ത്രി തേജസ്വി യാദവ് ആയിരിക്കും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കേണ്ടത് തേജസ്വി യാദവിനെയാണ്. തേജസ്വി യാദവ് ഒരു പടിയൂടെ കടന്ന് 243 മണ്ഡലത്തിലും മത്സരിക്കുന്നത് ഞാനാണ്, എൻ്റെ നിഴലായിട്ടാണ് കോൺഗ്രസ് ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് ആക്ഷേപിച്ചത്. നിരന്തരം ഈ രാഹുലുമായിട്ട് ഏറ്റുമുട്ടാൻ കിട്ടുന്ന ഒരവസരവും കോൺഗ്രസിനെ ഇകഴ്ത്തി കാണിക്കാൻ, കോൺഗ്രസിനെ അതിൻ്റെ ദൗർബല്യം തുറന്നു കാണിക്കാൻ കിട്ടുന്ന ഒരവസരവും തേജസ്വി യാദവും RJDയും പാഴാക്കിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ അതിൽ പങ്കെടുത്തത് അശോക് ഗെഹ്ലോട്ടാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന്. ആ ചടങ്ങിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ചിത്രമില്ല ആ ഫ്ലെക്സിൽ. അവിടെ ഈ BJP ചൂണ്ടിക്കാട്ടുന്ന, NDA ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എവിടെ നിങ്ങളുടെ മുന്നണിയുടെ നായകൻ? എവിടെ
ഈ വോട്ടറധികാർ യാത്ര ഒക്കെ നടത്തി വോട്ട് ചോരി ആരോപിച്ച് ഇന്ത്യ മുഴുവനും ഞാനൊരു വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് സ്നേഹത്തിൻ്റെ കട തുറക്കാൻ നടക്കുന്ന രാഹുൽ ഗാന്ധി എവിടെ? നിങ്ങളുടെ ഫ്ലെക്സിൽ പോലും ഇല്ലല്ലോ കാണാൻ എന്ന് BJP NDA നേതാക്കളും ചോദിക്കുന്നത് വെറുതെയല്ല. അവർ കിട്ടുന്ന അവസരത്തിൽ, അതായത് ഈ പറയുന്ന രാഹുലിനെയും തേജസ്വി യാദവിനെയും അടിക്കാൻ കിട്ടുന്ന ഒരവസരവും അവരും പാഴാക്കുന്നില്ല. ഈ പല മണ്ഡലങ്ങളിലും നമ്മുടെ ഈ പ്രശാന്ത് കിഷോറിൻ്റെ നേതൃത്വത്തിലുള്ള ജൻ സ്വരാജ് പാർട്ടി മത്സരിക്കുന്നുണ്ട്. അവർ ഏതാണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ 52 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പല മണ്ഡലങ്ങളിലും അവർ പറയുന്നത് ഈ RJD ഇന്ത്യ സഖ്യത്തെ, RJD ഉൾപ്പെടുന്ന അല്ലെങ്കിൽ RJD കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തെ പിന്തള്ളി ഞങ്ങൾ 2ാം സ്ഥാനത്തെങ്കിലും എത്തുമെന്നാണ്. ഈ മുന്നണി പൊളിഞ്ഞു, ഇതിന് ബീഹാറിൽ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ കൂടിയായ പ്രശാന്ത് കിഷോർ പറയുന്നത്. ഒപ്പം RJD ആകട്ടെ 143 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ വലിയ തോതിൽ ഈ RJDക്കും ഇന്ത്യ മുന്നണിക്കും അവിടെ ഒരു തിരിച്ചടി ഉണ്ടായി. അത് അസാസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും അതുപോലെ ഹേമന്ത് സോറൻ്റെ JMM ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടിയും കൂടി ചേർന്ന് നൽകുന്നതാണ്. ഈ അസാസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി ഇന്ത്യ മുന്നണിക്കുള്ളിലെ ചെറു ഘടക കക്ഷികളെ കൂടെ കൂട്ടി സീമാഞ്ചൽ തുടങ്ങിയ മഗധ തുടങ്ങിയ മേഖലകളിൽ മത്സരിക്കുകയാണ്. ഇവിടെയൊക്കെ ധാരാളം മുസ്ലിം വോട്ടുണ്ട്. ഈ മുസ്ലിം വോട്ട് സത്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് കിട്ടേണ്ടതാണ്. അവർ ഒറ്റക്കെട്ടായി നിന്ന് മത്സരിച്ചിരുന്നെങ്കിൽ അത് ഇന്ത്യ മുന്നണിക്ക് കിട്ടുമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഹേമന്ത് സോറൻ്റെ പാർട്ടിയും ഒവൈസിയുടെ പാർട്ടിയും ഒക്കെ ചേർന്ന് കോൺഗ്രസിനോടൊപ്പം RJDയോടൊപ്പം നിന്നിരുന്നെങ്കിൽ അത് അവർക്ക് വലിയ തിളക്കമാർന്ന നേട്ടം അല്ലെങ്കിൽ ആ സീറ്റുകളിലെ വിജയം സമ്മാനിച്ചേനെ. പക്ഷേ ഇവിടെ അവരെ ഒപ്പം കൂട്ടാനോ അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാനോ അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കാനോ രാഹുൽ ഗാന്ധിയോ തേജസ്വി യാദവോ തയ്യാറാകുന്നില്ല. ഈ തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി കോൺഗ്രസിനെ ചവിട്ടി തേച്ച് നാണം കെടുത്തി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ബീഹാറിൽ നിന്ന് അത്രയും സീറ്റുകൾ കൂടി പിടിച്ചെടുക്കുക, അവിടെ BJPയുമായിട്ട് നേരിട്ട് ഒരു മത്സരത്തിന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വരുത്തി തീർക്കുക. അത് ഭാവിയിലെ രാഷ്ട്രീയം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും സാരമില്ല, ഭാവിയിൽ ഈ മുസ്ലിങ്ങളുടെയും അതുപോലെ OBCക്കാരുടെയും വോട്ട്, BJP വിരുദ്ധ വോട്ട് ഇതെല്ലാം സമാഹരിച്ച് ബീഹാറിൽ ഒരു വലിയ ശക്തിയായി മാറുക എന്നുള്ളതാണ് ഈ RJDയുടെ തന്ത്രം. അതിനുവേണ്ടി അവർ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കോൺഗ്രസിനെ തോണ്ടുകയും കുത്തുകയും ചെയ്യുന്നുണ്ട്, കോൺഗ്രസിനെ അവഹേളിക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധിയെ പുച്ഛിക്കുന്നുണ്ട്. ഇത് ഇന്ത്യ മുന്നണിക്കുള്ളിൽ നടക്കുന്ന പുറമേ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു രാഷ്ട്രീയമാണ്. ഒപ്പം ഇത്തരത്തിൽ ചെറുകക്ഷികളെല്ലാം വിഘടിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിക്ക് ഒരു തിരിച്ചുവരവ് അവിടെ സമീപകാലത്തെങ്ങും സംഭവിക്കില്ല എന്ന് വ്യക്തമാണ്. വലിയ വെല്ലുവിളിയുമായിട്ട് പ്രശാന്ത് കിഷോറും രംഗത്ത് വന്നിരിക്കുന്നു. പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ചിടത്തോളം പവർ പൊളിറ്റിക്സിൻ്റെ ടാക്ടിക്സ് അദ്ദേഹം പയറ്റിയില്ലെങ്കിലും സംശുദ്ധമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കും. അതിന് ജനങ്ങൾ അർഹിക്കുന്ന പരിഗണന കൊടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പുറത്ത് NDA ആകട്ടെ ഒറ്റക്കെട്ടായിട്ട് നിതീഷും BJPയും സമ്രാട് ചൗധരിയെ പോലെയുള്ള നേതാക്കളും അതുപോലെ പട്ടികജാതി വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുള്ള ലോക് ജനശക്തി പാർട്ടിയുടെ ചിരാഗ് പാസ്വാനും ജിതിൻ റാം മാഞ്ചിയും എല്ലാം ഒറ്റക്കെട്ടായി മത്സരിക്കുന്നു. ഈ NDAക്കകത്ത് വിള്ളലുകളൊന്നുമില്ല. NDA പൂർവാധികം ശക്തിയായി പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഒരേ മനസ്സോടെ, കഴിഞ്ഞ തവണ ചിരാഗ് പാസ്വാനും നിതീഷും തമ്മിൽ അകൽച്ചയിലായിരുന്നു. ഇക്കുറി അങ്ങനെ ഒരു അകൽച്ചയില്ല. നിതീഷ് എൻ്റെ രക്ഷകർത്താവാണ് എന്ന് ചിരാഗ് പാസ്വാൻ പരസ്യമായി പറഞ്ഞു. എന്ന് മാത്രമല്ല, നരേന്ദ്രമോദി എനിക്ക് അച്ഛനെ പോലെയാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഞാൻ വലിയ വില കൊടുക്കുന്നു എന്നാണ് ചിരാഗ് പാസ്വാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ NDA ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കുന്നു. മാത്രമല്ല, കേന്ദ്രഭരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഈ JDUവിന്, നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് ബീഹാറിലെ വിജയം അത്യന്താപേക്ഷിതമാണ്. വിജയത്തിൽ കുറഞ്ഞ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ഇപ്പുറത്താകട്ടെ അങ്ങേയറ്റം ദുർബലമായ, പരസ്പരം പോരടിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെ കൊണ്ട് നിറഞ്ഞ ഒരു മുന്നണിയാണ് ഈ
NDAയെ എതിർക്കാൻ നിൽക്കുന്നത് എന്ന വൈരുദ്ധ്യവും നമുക്ക് ബീഹാറിൽ കാണാം. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ വഴിത്തിരിവായി മാറുമെന്നാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ അവർ മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് അതാണ്.